റൂട്ട്സ് ബയോളജിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ മൈക്രോസ്പോറോജെനസിസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ആ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്നും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്നും വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൈക്രോസ്പോറോജെനസിസിൻ്റെ ഫലമായിട്ടുണ്ടായി വന്ന ആ യങ് പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് വളരെ വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ടോപ്പിക്കിൻ്റെ പേര് സ്ട്രക്ചർ ഓഫ് എ യങ് പോളൻ ഗ്രെയിൻ. ഒരിക്കൽ കൂടി എല്ലാവരെയും എൻ്റെ ഈ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തോളൂ. നമ്മുടെ ടോപ്പിക്കാണ് ഇത് സ്ട്രക്ചർ ഓഫ് പോളൻ ഗ്രെയിൻസ്, അല്ലെങ്കിൽ നമുക്ക് മൈക്രോസ്പോർ എന്ന് വിളിക്കാം. നമുക്കറിയാം പോളൻ ഗ്രെയിൻസ് നമ്മുടെ ചുറ്റുപാട് കാണുന്ന ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ പലതരത്തിലെ പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ ആകൃതിയിലും വലിപ്പത്തിലും എന്ത് കാണും, വ്യത്യാസങ്ങൾ കാണും. ചില പോളൻ ഗ്രെയിൻസിൻ്റെ ഷേപ്പ് സ്പെറിക്കൽ ആകാം, ചില പോളൻ ഗ്രെയിൻസിൻ്റെ ഷേപ്പ് ട്രയാങ്കിൾ ആകാം, ഓവൽ ആകാം, റെക്റ്റാങ്കിൾ ആകാം, സ്ക്വയർ ആകാം. ഇങ്ങനെ പല പല ആകൃതിയിലുള്ള പോളൻ ഗ്രെയിൻസ് നമ്മുടെ പ്രകൃതിയിൽ കാണുന്ന ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഫ്ലവറിനകത്ത് കാണാൻ സാധിക്കും. അതേപോലെ അതിൻ്റെ സൈസിലും എന്തുണ്ട്, വേരിയേഷൻസ് ഉണ്ട്. അത് സൈസ് കുറവുള്ളതുകൊണ്ട്, അതേപോലെ വളരെ സൈസ് കൂടിയ പോളൻ ഗ്രെയിൻസും ഒക്കെ ഉണ്ട്. അപ്പം അവൻ്റെ സൈസിലും ഷേപ്പിലും എന്തുണ്ട്, വേരിയേഷൻസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, എങ്കിലും കൂടുതൽ ശതമാനം ആൻജിയോസ്പേമിലും നമ്മൾ സാധാരണ ഒരു പൂമ്പൊടിയുടെ ആകൃതി എന്ന് പറഞ്ഞാൽ, ഷേപ്പ് എന്ന് പറഞ്ഞാൽ വൃത്താകൃതി, സ്പെറിക്കൽ ഷേപ്പ് ആയിരിക്കും. ഏത് ഷേപ്പ് ആയിരിക്കും? ദേ ആർ സ്പെറിക്കൽ ഇൻ ഷേപ്പ്. അതേപോലെ അതിൻ്റെ സൈസ്, നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ആവറേജ് സൈസ്, ഒരു പൂമ്പൊടി കാണിക്കുന്ന ഒരു ആവറേജ് സൈസ് റേഞ്ച് നമ്മുടെ ടെക്സ്റ്റിനകത്ത് പറയുന്നുണ്ട്. അതിൻ്റെ ഡയമീറ്റർ പറഞ്ഞേക്കുന്നത് 25 മൈക്രോമീറ്റർ ടു 50 മൈക്രോമീറ്റർ ആണ് ആരുടെ ഒരു ആവറേജ് സൈസ് റേഞ്ച് പറഞ്ഞേക്കുന്നത് ഒരു പൂമ്പൊടിയുടെ. കാര്യം പറഞ്ഞ് മനസ്സിലായേ? അതായത് നമ്മളൊരു പൂമ്പൊടി എടുക്കുവാണെങ്കിൽ പൂമ്പൊടിയുടെ പ്രത്യേകതകളായിട്ട് പറഞ്ഞേക്കുന്ന ഒന്നാമത്തെ കാര്യമാണ് പോളൻ ഗ്രെയിൻസ് ആർ ജനറലി സ്പെറിക്കൽ ഇൻ ഷേപ്പ്, മെഷറിംഗ് അബൌട്ട് 25 to 50 മൈക്രോമീറ്റർ ഇൻ ഡയമീറ്റർ. എത്രയാണ് പറഞ്ഞേക്കുന്നത്? സാധാരണ സ്പെറിക്കൽ ആകൃതി ആയിരിക്കും. അതിൻ്റെ ഒരു ആവറേജ് സൈസ് റേഞ്ച് ആണ് പറഞ്ഞേക്കുന്നത് എത്ര? 25 മൈക്രോമീറ്റർ ടു 50 മൈക്രോമീറ്റർ ഇൻ ഡയമീറ്റർ. ഓക്കെ, ഓർത്ത് വെച്ചോളൂല്ലോ. അങ്ങനെ ഇരിക്കുന്ന ഒരു പൂമ്പൊടി, അതും മൈക്രോസ്പോറോജെനസിസിൻ്റെ ഫലമായിട്ടുണ്ടായി വന്ന ആ പൂമ്പൊടി, അതിൻ്റെ ആ യങ്ങർ സ്റ്റേജിൽ ആ ഉണ്ടായി വന്ന പൂമ്പൊടി, ദാറ്റ് മീൻസ് ദാറ്റ് യങ് പോളൻ ഗ്രെയിൻ കാണിക്കുന്ന സ്ട്രക്ചറാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. മനസ്സിലായേ? That means that young pollen grain is a unicellular uninucleate haploid structure. എത്ര സെല്ല് കാണുമെന്നാണ്? ഒറ്റ ഒരു സെല്ലേ കാണും. ഇതന്നെ സ്പെറിക്കൽ ആകൃതി ആയിരിക്കും. അതിന് എത്ര സെല്ലേ കാണും? ഒറ്റ ഒരു സെല്ലേ കാണും. അതേപോലെ ഒരു ന്യൂക്ലിയസേ കാണും. ആ ന്യൂക്ലിയസിന്റെ പ്ലോയിഡ് ഏതായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും. കാരണം മൈക്രോസ്പോർ അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടാകുന്നത് മിയോസിസിന്റെ ഫലമായിട്ടാണ്. സോ അതിന്റെ ന്യൂക്ലിയസിന്റെ പ്ലോയിഡ് ഏതായിരിക്കും? സിംഗിൾ സെറ്റ് ഓഫ് ക്രോമസോമേ കാണും, ഹാപ്ലോയിഡ് ആയിരിക്കും. അങ്ങനെ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ള ഒരു സെല്ലുള്ള സ്ട്രക്ചറാണ് ഏതെന്ന് പറയുന്നത് ഒരു പൂമ്പൊടി, അതിൻ്റെ യങ്ങർ സ്റ്റേജ്. ഓക്കെ, അങ്ങനെ ഇരിക്കുന്ന പൂമ്പൊടിയിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഫീച്ചേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. അതിലൊന്നാമത് നമ്മൾ പറഞ്ഞു, ഇറ്റ് പോസസ് എ ഹാപ്ലോയിഡ് ന്യൂക്ലിയസ്, അല്ലേ? അതിനകത്ത് എന്തുണ്ടെന്നാണ്? ഒരു ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഉണ്ട്. പിന്നെ സാധാരണ സെല്ലുകളിൽ കാണുന്നത് പോലെ ആ ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്ത് ആരുണ്ട്? സൈറ്റോപ്ലാസം ഉണ്ട്. ആരുണ്ട്? സൈറ്റോപ്ലാസം. ഓക്കെ, പിന്നെ സൈറ്റോപ്ലാസത്തിന്റെ ബൗണ്ടറി ആയ, അതിനെ ബൗണ്ട് ചെയ്ത് കാണുന്ന ഒരു ലിപ്പോ പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള, ലിപ്പിഡും പ്രോട്ടീനും കൊണ്ട് നിർമ്മിച്ചേക്കുന്ന ഒരു മെംബ്രെയിൻ ഉണ്ട്, അല്ലെ? വി കോൾ ദാറ്റ് മെംബ്രെയിൻ ആസ്, എല്ലാ ലിവിങ് സെല്ലിലും കാണുന്ന മെംബ്രെയിനായ പ്ലാസ്മ മെംബ്രെയിൻ. ഏത് പേര് വിളിക്കും? പ്ലാസ്മ മെംബ്രെയിൻ, അല്ലെങ്കിൽ നമുക്ക് വിളിക്കാം സെൽ മെംബ്രെയിൻ എന്ന് വിളിക്കാം, അല്ലെ? ആ പ്ലാസ്മ മെംബ്രെയിൻ ആണ് വേണ്ടി ഈ ബ്ലാക്ക് കളറിൽ ഞാൻ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി അതേപോലെ സാധാരണ നമുക്കറിയാം ഒരു പ്ലാന്റ് മെറ്റീരിയൽ ആകുമ്പം പ്ലാന്റിന്റെ സെല്ലിന് എന്ത് കാണുമെന്ന് നമുക്കറിയാം. അനിമൽ സെല്ലിൽ നിന്നുള്ള അവന്റെ ഡിഫറൻസ്, ഇറ്റ് പോസസ് എ സെൽ വോൾ, എ റിജിഡ് സെൽ വോൾ എന്ന് പറയുന്ന പോലെ നമുക്കറിയാം പോളൻ ഗ്രെയിൻ ഒരു പ്ലാന്റ് സ്പെസിമെൻ ആണ്, അല്ലെ? ഇറ്റ് ഈസ് എ പ്ലാന്റ് മെറ്റീരിയൽ. സോ ഇറ്റ് ഓൾസോ പോസസ് എ സെൽ വോൾ. എന്തുണ്ടെന്നാ പറഞ്ഞത്? പ്ലാസ്മ മെംബ്രെയിന്റെ പുറമെ ഒരു ഡെഫിനിറ്റ് സെൽ വോൾ ആർക്കും ഉണ്ട്, ഇവനും ഉണ്ട്. മനസ്സിലായി? ആ സെൽ വോളിനാണ് പൂമ്പൊടിക്ക് വളരെ പ്രത്യേകതകളുള്ളത്. മറ്റ് സെല്ലുകളെ അപേക്ഷിച്ച് അവൻ വേറിട്ട കുറെ ഫീച്ചേഴ്സ് കാണിക്കുന്ന അവന്റെ സെൽ വോളിന്റെ കാര്യത്തിലാണ്. സെൽ വോൾ 2 ലേയേർഡ് ആണ്. എത്ര പാളി ഉണ്ടെന്നാണ്? 2 പാളികളാണുള്ളത്. 2 ലേയേർഡ് ആണ് അതിന്റെ സെൽ വോൾ. അതിലെ ഇന്നർ ലെയർ എന്ന് പറഞ്ഞാൽ തിന്നാണ്, വളരെ കട്ടി കുറവാണ്. അതിനെ നമ്മളൊരു പേര് വിളിക്കും
ഇന്നർ ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അത് വെച്ചിട്ടാകാം അതിന് ആ പേര് വന്നിരിക്കുന്നത്. ഇൻറ്റൈൻ എന്നാണ് വിളിക്കുക. ഏത് പേര് വിളിക്കും? ഇന്നർ ലെയർ ഈസ് കോൾഡ് ആസ് ഇൻറ്റൈൻ. ഈ അകത്ത് വേണ്ട ഈ ബ്ലൂ കളറിൽ റെപ്രസെന്റ് ചെയ്തേക്കുന്നതാണ് ഏത്, ഞാൻ വരച്ചേക്കുന്ന ഏതെന്ന് പറഞ്ഞാൽ ഇൻറ്റൈൻ. ഓക്കെ, അപ്പം ഇന്നർ ഏതാന്ന് പറഞ്ഞാൽ ഇൻറ്റൈൻ. അതേപോലെ ആ ഇൻറ്റൈനിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഒന്ന്, അത് തിന്നായിരിക്കും. പുറമേ കാണുന്ന സെൽ വോളിന്റെ ലെയറിനെ അപേക്ഷിച്ച് അകത്തെ ലെയർ എങ്ങനെ ആയിരിക്കും? കട്ടി വളരെ കുറവായിരിക്കും, തിന്നാണ്. ഓക്കെ, അതേപോലെ സ്മൂത്തുമാണ്. അതിന്റെ പുറത്ത് കുന്നും തടവൊന്നുമില്ല. നമ്മളിപ്പോ തന്നെ ഇതിന്റെ പുറത്ത് ഇങ്ങനെ നമ്മുടെ ഈ വിരലിന്റെ ഇടയിൽ ഈ കുന്നും തടവുള്ള പോലെ അങ്ങനെ കുന്നും തടങ്ങളൊന്നുമില്ല, പ്രത്യേകിച്ച് പ്രൊജക്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ദ സർഫസ് ഓഫ് ദി സെൽ വോൾ, ഇന്നർ സെൽ വോൾ ഈസ് വെരി വെരി സ്മൂത്ത്. ഓക്കെ, അതാണ് തിന്നാണ്, സ്മൂത്താണ്. ആര്? ഇൻറ്റൈൻ. ഓക്കെ, ഇൻറ്റൈനിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ സെൽ വോൾ നിർമ്മിച്ചേക്കുന്ന മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് അവന്റെ ഇന്നർ സെൽ വോൾ നിർമ്മിച്ചേക്കുന്നത്. ഓക്കെ, ആ ഇന്നർ ലെയർ ആയ അവന്റെ ഇന്നർ സെൽ വോൾ എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചേക്കുന്നത് എന്തുകൊണ്ടാണ്? ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. എന്തുകൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത്? സെല്ലുലോസും പെക്റ്റിനും കൊണ്ട്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു പോളൻ ഗ്രെയിൻസിന്റെ സെൽ വോള് 2 ലെയർഡ് ആണെന്ന് പറഞ്ഞു അല്ലെ. അതിന്റെ ഇന്നർ ലെയർ ആണ് ഏതെന്ന് പറയുന്നത് ഇൻറ്റൈൻ, which is thin and smooth and it is made up of cellulose and pectin. Okay, ഇനി അതേപോലെ അവന് പുറമേ ഒരു ലെയർ ഉണ്ടല്ലോ, that outer layer is called as exine. ഏത് പേര് വിളിക്കും? exine. ഔട്ടർ ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത്? exine. exine ഇന്ത്യനുമായിട്ട് കമ്പയർ ചെയ്യുമ്പം കുറച്ച് മാറ്റങ്ങളുണ്ട്. കുറച്ചെന്നല്ല, കുറേ മാറ്റങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അത് ഏതൊക്കെയാന്ന് പറയാം. അതില് എക്സൈൻ്റെ പ്രത്യേകത ഇൻറ്റൈനുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇച്ചിരി കട്ടി കൂടിയാണ്, ഹാർഡാണ്, തിക്കാണ്, തിക്ക് ലെയർ ആണ്. ഇൻറ്റൈനെ അപേക്ഷിച്ച് എങ്ങനെയാണ്? തിക്ക് ലെയർ ആണ്. അത് കൂടാതെ അതിൻ്റെ പുറത്ത് സ്കൾപ്ചറിങ്സ് ഉണ്ട്, ഇങ്ങനെ കുന്നും തടവും റിഡ്ജസും ഫറോസും ഒക്കെ ഉണ്ട്. അതവനെ മോടി പിടിപ്പിക്കാനായിട്ട് ഒരു പൂമ്പൊടി അട്രാക്റ്റീവ് ആക്കാനാകാം. അതിൻ്റെ പുറമെ എന്തുണ്ടെന്ന് പറയാം, കുറേ സ്കൾപ്ചറിങ്, കൊത്തുമണികൾ പോലെ ഇങ്ങനെ കുന്നും തടവങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഓർണമെന്റേറ്റഡ് ആണ്, അല്ലെങ്കിൽ റഫ് ആണ്, ഇങ്ങനെ കുന്നും തടവുള്ളതുകൊണ്ട് റഫ് ആണ്. ഏത് ലെയറിന്റെ കാര്യം നമ്മൾ പറഞ്ഞേ? ഔട്ടർ എക്സൈൻ. ഔട്ടർ എക്സൈൻ്റെ പ്രത്യേകത എന്തോ നമ്മൾ പറഞ്ഞേ? തിക്കാണ്, അതേപോലെ ഓർണമെന്റേറ്റഡ് ഓർ റഫ് ലെയർ ആണ് അല്ലേ. പിന്നെ അതേപോലെ സാധാരണ സെൽ വോൾ നിർമ്മിച്ചേക്കുന്ന മെറ്റീരിയൽ നമുക്കറിയാം സെല്ലുലോസ്, പെക്റ്റിൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ എക്സൈൻ എന്ന് പറയുന്ന പാർട്ട് നിർമ്മിച്ചേക്കുന്നത് സ്പോറോപൊളീനിൻ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? ഒരു പുതിയ മെറ്റീരിയൽ, അതിന്റെ പേര് ഏതാണ്? സ്പോറോപൊളീനിൻ. എക്സൈൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഏതാണ്? സ്പോറോപൊളീനിൻ. അപ്പൊ എന്തൊക്കെ പ്രത്യേകതകൾ എക്സൈൻ്റെ പറഞ്ഞേ? ഒന്ന്, തിക്ക് ആൻഡ് ഓർണമെന്റേറ്റഡ് ഓർ റഫ് ലെയർ. സെക്കൻഡ്, ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്പോറോപൊളീനിൻ. ഓക്കെ, അങ്ങനത്തെ ഔട്ടർ ലെയർ ആയ എക്സൈനും അതേപോലെ തന്നെ ഇന്നർ ലെയർ ആയ ഇൻറ്റൈനും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? 2 ലേയേർഡ് സെൽ വോൾ. ഈ രണ്ടിനെയും കൂടെ ചേർത്താണ് ഏത് പേര് വിളിച്ചത്? സെൽ വോൾ. എത്ര പാളിയുണ്ടെന്നാണ്? 2 ലെയർ. ഔട്ടർ എക്സൈൻ ആൻഡ് ഇന്നർ ഇൻറ്റൈൻ. ഓർത്ത് വെച്ചോണം അതിന്റെ ഫീച്ചേഴ്സും. ഓക്കെ, പിന്നെ അതേപോലെ നമുക്കറിയാവുന്ന മറ്റൊരു കാര്യങ്ങൾ, പൂമ്പൊടിയുടെ ഇൻറ്റൈനെ ആവരണം ചെയ്ത് ആര് കാണണം? ഈ ബ്ലൂ കളറിലെ ഇൻറ്റൈനെ ആവരണം ചെയ്ത് ഈ റെഡ് കളറിൽ വരച്ചിരിക്കുന്ന എക്സൈൻ കാണാം. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഇൻറ്റൈനെ കവർ ചെയ്ത് ആര് കാണില്ല? എക്സൈൻ കാണില്ല. ഇറ്റ് റിമെയിൻസ് ആസ് ആൻ ഓപ്പണിംഗ്. പൂമ്പൊടിയുടെ ഒരു ഓപ്പണിംഗ് പോലെ ഇങ്ങനെ കാണും. ആ അപ്പർച്ചർ അല്ലെങ്കിൽ ആ ഓപ്പണിങ്ങിനെ നമ്മൾ ഒരു പേര് വിളിക്കും ജേം പോർ. ഏത് പേര് വിളിക്കും? ജേം പോർ. ഓക്കെ, ഈ ജേം പോറിന്റെ എണ്ണത്തിലും എന്തുണ്ട്? മാറ്റമുണ്ട്. ഓക്കെ, മോണോകോട്ട് പോളൻ ഗ്രെയിൻസിൽ സാധാരണ ഒരു ജേം പോറെ കാണാറുള്ളൂ. അത് നമ്മുടെ ടെക്സ്റ്റിലില്ല, ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ഒരു ജേം പോറെ സാധാരണ മോണോകോട്ട് പോളൻ ഗ്രെയിൻസിൽ കാണാറുള്ളൂ. അതേപോലെ സാധാരണ ഡൈക്കോട്ട് പോളൻ ഗ്രെയിൻസിൽ അതിൻ്റെ നമ്പർ 3 വരെ ആകാം, 3 ജേം പോർസ് വരെ കാണാം. ഓക്കെ, അപ്പം അത് നിർബന്ധമില്ല. എന്തായാലും ജേം പോർസിന്റെ നമ്പറിൽ എന്ത് വരാം? മാറ്റങ്ങൾ വരാം. പൂമ്പൊടിയുടെ ഓരോ പൂമ്പൊടിയുടെ അനുസരിച്ചിട്ട് അതിൻ്റെ ജേം പോറിന്റെ എണ്ണത്തിൽ എന്ത് വരാം? മാറ്റം വരാം. എന്തോ ജേം പോർ എന്ന് പറഞ്ഞത്? നമ്മൾ പറഞ്ഞു നോർമലി ഇൻറ്റൈൻ ഈസ് കവേർഡ് ബൈ ഏതാണ്? എക്സൈൻ. ബട്ട് അറ്റ് സർട്ടൻ റീജൻസ് ഇൻറ്റൈൻ ഈസ് നോട്ട് കവേർഡ് ബൈ എക്സൈൻ. ഇറ്റ് റിമെയിൻസ് ആസ് ആൻ ഓപ്പണിംഗ്. ദാറ്റ് ഓപ്പണിംഗ് ഈസ് കോൾഡ് ആസ് ജേം പോർ. ഏത് പേര് വിളിക്കും? ജേം പോർ. ജേം പോറിന്റെ ജോലി എന്തുവാന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഈ പൂമ്പൊടി പിന്നീട് അതായത് മെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആയിട്ട് മാറുകയും മെയിൽ ഗ്യാമറ്റോഫൈറ്റ് അല്ലെങ്കിൽ പൂമ്പൊടി മെച്ചുവർ ആകുമ്പോൾ അതിനകത്ത് ഗ്യാമേറ്റ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. ആ ഗ്യാമേറ്റ്സുമായിട്ട് ഇവൻ ഫ്ലവറിന്റെ സ്റ്റിഗ്മയിൽ ചെന്ന് വീഴുന്ന സമയത്ത് അവിടെ ഇരുന്ന് അവൻ ജെർമിനേറ്റ് ചെയ്യും. അന്നേരം ഒരു ട്യൂബിനെ പ്രൊഡ്യൂസ് ചെയ്യും. പോളൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്യൂബ് ആയതുകൊണ്ട് വി കോൾ ദാറ്റ് ട്യൂബ് ആസ് പോളൻ ട്യൂബ്. ഏത് പേര് വിളിക്കും? പോളൻ ട്യൂബ്. അപ്പൊ ആ പോളൻ ട്യൂബ് ആയിട്ട് പുറത്തോട്ട് വരുന്നത് ഈ അകത്തെ ലെയറായ ഇൻറ്റൈൻ ആണ് ട്യൂബായിട്ട് പുറത്തോട്ട് വരുന്നത്. ആരാണ്? ഈ ഇൻറ്റൈൻ പുറത്തോട്ട് ട്യൂബായിട്ട് വരും. മനസ്സിലായി? അപ്പൊ ആ ട്യൂബിന് പുറത്തോട്ട് വരാനുള്ള ആ ഓപ്പണിങ്, ആ സ്ഥലമാണ് ഏതെന്ന് പറയുന്നത്? ജേം പോർ. ഓക്കെ,
നമുക്ക് പറയാം intine grows out as pollen tube through ഏത് വഴി germ pore during pollen germination. During pollen germination, the intine grows out as pollen tube through germ pore. So germ pore act as the site of pollen tube production. Pollen tube നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലമാണ് ഏതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം germ pore. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഏതിൻ്റെ സ്ട്രക്ചർ. നമ്മളൊരു പൂമ്പൊടി എടുക്കുമ്പം അവൻ്റെ യങ്ങർ സ്റ്റേജിൽ ഒരു പൂമ്പൊടി കാണിക്കുന്ന ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഈ പറഞ്ഞത്. നോർമലി വെൻ ദ pollen grain is young, it is a unicellular uninucleate structure with a haploid nature. പ്ലോയിഡ് ഏതായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഇരിക്കുന്ന പൂമ്പൊടിയുടെ പ്രത്യേകതകളാണ് നമ്മൾ പറഞ്ഞത്. They are spherical in shape, measuring about 25 to 50 micrometer in diameter. Okay, പിന്നെ it possesses a haploid nucleus surrounded by cytoplasm. The cytoplasm is bounded by a plasma membrane which is made up of lipid and protein. The external to plasma membrane, a two-layered cell wall is present. It possesses an inner layer and an outer layer. Inner layer is called as intine and the outer layer is called as exine. Intine പ്രത്യേകതകൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? Intine is thin and smooth. It is made up of cellulose and pectin, while exine is thick and hard or ornamentated, which is made up of a new cell wall material called sporopollenin. എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? Sporopollenin. Okay, these two layered are collectively called as two layered cell wall. Pollen grain also possesses certain openings on its cell wall. That means at certain region the intine is not covered by exine. It remains as an aperture or an opening. We call that structure as germ pore. Germ pore is the site of pollen tube production. അല്ലെങ്കിൽ it is the region through which the intine grows out as pollen tube during pollen germination. ഇത് ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതിൻ്റെ സ്ട്രക്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു യങ് പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, അതേപോലെ നമ്മൾ പറഞ്ഞാണ് പൂമ്പൊടിയുടെ ആകൃതി പ്ലാന്റുകളിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ ഫ്ലവറിൽ ഉൽപ്പാദിപ്പിക്കുന്ന പൂമ്പൊടിയുടെ ആകൃതിയിൽ എന്ത് വരാമെന്ന് നമ്മൾ പറഞ്ഞു? മാറ്റങ്ങൾ വരാമെന്ന് പറഞ്ഞു. പല പല ആകൃതിയിൽ കാണുമെന്ന് പറഞ്ഞു. അങ്ങനത്തെ ആ പൂമ്പൊടിയെ നമ്മൾ സെം ഉപയോഗിച്ചിട്ട് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് നിരീക്ഷിച്ച കുറേ പൂമ്പൊടിയുടെ ഡയഗ്രാം നമ്മുടെ ടെക്സ്റ്റിനകത്ത് കാണിച്ചിട്ടുണ്ട്. അത് നോക്കിക്കോണം. ജസ്റ്റ് പടം ഒന്ന് ഒബ്സർവ് ചെയ്തോളുക. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കും അതിൻ്റെ ഷേപ്പിലും അതിൻ്റെ പുറത്തുള്ള ആ മോർഫോളജിയിലും ഉണ്ടായ മാറ്റം, സ്കൾപ്ചറിങ്ങിലൊക്കെ ഉണ്ടായേക്കുന്ന മാറ്റങ്ങൾ നമുക്ക് ആ പടം കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ആ ഡയഗ്രാം ഒന്ന് നോക്കി വെച്ചോളുക, അല്ലെങ്കിൽ ആ ഫോട്ടോസ് ഒന്ന് നോക്കി വെച്ചോളുക. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒരു പോളൻ ടെട്രാഡിൻ്റെ പടവും നമ്മുടെ ടെക്സ്റ്റിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഒരു വ്യൂ കാണാം പോളൻ ടെട്രാഡിൻ്റെ, അത് നോക്കി വെച്ചോണം. കാര്യം പറഞ്ഞ് മനസ്സിലായല്ലോ, ഇത്രയും കാര്യങ്ങൾ. അപ്പം നമ്മൾ ഈ പറഞ്ഞില്ലേ പൂമ്പൊടിയുടെ ആകൃതിയും അതിൻ്റെ സ്ട്രക്ചറും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പം ഇതിനെക്കുറിച്ച് പഠിക്കുന്ന സയൻസിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്. വി കോൾ ദാറ്റ് ബ്രാഞ്ച് ആസ് സ്റ്റഡി ഓഫ് പോളൻ ഗ്രെയിൻ ഈസ് കോൾഡ് ആസ് പാലിനോളജി. ഏത് പേര് വിളിക്കും? പാലിനോളജി. സ്റ്റഡി ഓഫ് പോളൻ ഗ്രെയിൻ ഈസ് കോൾഡ് പാലിനോളജി. പൂമ്പൊടിയുടെ മോർഫോളജിയും അതേപോലെ അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് പാലിനോളജി. ഓർത്തു വെച്ചോളൂല്ലോ. നമ്മൾ പറഞ്ഞ പൂമ്പൊടിയുടെ ഏറ്റവും പുറമേ കാണുന്ന ടൂ ലെയർഡ് കവറിംഗ് ആണ് ഏതെന്ന് പറഞ്ഞത് സെൽ വോൾ. അതിൽ സെൽ വോളിൻ്റെ ഔട്ടർ ലെയറായ എക്സൈൻ നിർമ്മിച്ചേക്കുന്ന മെറ്റീരിയലാണ് ഏതെന്ന് പറഞ്ഞു. നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പുതിയൊരു മെറ്റീരിയൽ, അതിൻ്റെ പേരാണ് ഏത്? സ്പോറോപൊളീനിൻ. ഏത് പേര് വിളിക്കും? സ്പോറോപൊളീനിൻ. സ്പോറോപൊളീനിന് കുറേ പ്രത്യേകതകളുണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ആ പുറമേ കാണുന്ന ലെയറായ എക്സൈൻ എന്തുകൊണ്ട് നിർമ്മിക്കാൻ കാരണമായ സ്പോറോപൊളീനിൻ കൊണ്ട്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏറ്റവും ഹാർഡസ്റ്റ് മെറ്റീരിയലാണ് ഏതെന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡിയിലെ ഇനാമൽ. ഏതാണ്? ഇനാമൽ. പല്ല് നിർമ്മിച്ചേക്കുന്ന ഇനാമൽ എന്ന് പറയുന്ന മെറ്റീരിയൽ അല്ലേ. അതേപോലെ മറ്റൊരു കമ്പോണന്റിന്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഏതാണ്? സ്പോറോപൊളീനിൻ. സ്പോറോപൊളീനിന്റെ പ്രത്യേകത ബയോളജിക്കലി റെസിസ്റ്റന്റ് മെറ്റീരിയലാണ്. ഒരു കാര്യം, അതായത് സ്ട്രോങ് ആസിഡിനെ അതേപോലെ സ്ട്രോങ് ആൽക്കലിയൊക്കെ അതിജീവിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? അവനുണ്ട്. സോ ഇറ്റ് ഈസ് ദ മോസ്റ്റ് റെസിസ്റ്റന്റ് ഓർഗാനിക് മെറ്റീരിയൽ നോൺ. നമുക്ക് ഇതുവരെ അറിയാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിക് മെറ്റീരിയൽ. മനസ്സിലായി? കാര്യം പറഞ്ഞ പിടികിട്ടെ. പിന്നെ അതിൻ്റെ പ്രത്യേകത ഇറ്റ് ക്യാൻ വിസ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചറിനെ അതിജീവിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് പൂമ്പൊടി എവിടെയെങ്കിലും നല്ല ചൂടുള്ള ഒരു സർഫസിൽ ചെന്ന് വീണാലും, അതായത് നല്ല എക്സ്ട്രീം ഹോട്ട് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ പോയി വീണാലും അവൻ നശിക്കാതെ അങ്ങനെ കിടക്കാനായിട്ടൊക്കെ അവനെ സഹായിക്കും ഈ എക്സൈൻ നിർമ്മിച്ചിരിക്കുന്ന സ്പോറോപൊളീനിൻ കൊണ്ടായതുകൊണ്ട്. ഓക്കെ, സോ ഇറ്റ് ക്യാൻ വിസ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ. ആർക്ക്? സ്പോറോപൊളീനിന്. അതേപോലെ
ഇറ്റ് ക്യാൻ വിസ്റ്റാൻഡ് സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ആൽക്കലി. ആരെയൊക്കെ? സ്ട്രോങ് ആസിഡിനെയും സ്ട്രോങ് ആൽക്കലിയും വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതാണ് നമ്മളിവിടെ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് എഴുതിയത്. ഇറ്റ് ക്യാൻ വിസ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് സ്ട്രോങ് ആസിഡ്സ് ആൻഡ് ആൽക്കലി. ഓക്കെ. അതേപോലെ ഈ സ്പോറോപൊളീനിനെ നശിപ്പിക്കുന്ന ഒരു എൻസൈം, അതിനെ ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു എൻസൈം നമ്മൾ ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിട്ടുമില്ല. ഓക്കെ. നോ എൻസൈം ദാറ്റ് ഡീഗ്രേഡ്സ് സ്പോറോപൊളീനിൻ ഈസ് സോ ഫാർ നോൺ. ഓക്കെ. ആൻജിയോസ്പേമിന്റെ ഏറ്റവും കൂടുതൽ ഫോസിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ആരുടെയാണ്? പോളൻ ഗ്രെയിൻസിൻ്റെയാണ്. ഏതാണ്? പോളൻ ഗ്രെയിൻസിൻ്റെ. അതിന് കാരണം പോളൻ ഗ്രെയിൻസ് നമ്മൾ പറഞ്ഞു, നമ്മളിപ്പോൾ ഈ പറഞ്ഞ തൊട്ട് മുമ്പ് പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ ഏതാണ്? സ്ട്രോങ് ആസിഡ് ആൽക്കലിയൊക്കെ അതിജീവിക്കാനുള്ള കഴിവ് സ്പോറോപൊളീനിനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ ഒരു എൻസൈമും അതിനെ ഡീഗ്രേഡ് ചെയ്ത് കളയില്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം അത്ര റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആ മെറ്റീരിയൽ കൊണ്ടാണ് പൂമ്പൊടിയുടെ ഏറ്റവും പുറമേ കാണുന്ന കവറിംഗ് ആയ എക്സൈൻ നിർമ്മിച്ചേക്കുന്നത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ പൂമ്പൊടിയുടെ ഫോസിലൈസേഷൻ നടക്കാനുള്ള സാധ്യതകളും വളരെ വളരെ കൂടുതലാണ്, അല്ലേ? അതുകൊണ്ട് ഇവനെ ഫോസിലായിട്ട്, പൂമ്പൊടിയെ ഫോസിലായിട്ട് പ്രിസർവ് ചെയ്യാൻ ആര് സഹായിക്കുന്നുണ്ട്? സ്പോറോപൊളീനിൻ. ഓക്കെ. അതാണ് ലാസ്റ്റ് പോയിന്റ്. പോളൻ ഗ്രെയിൻസ് ആർ വെൽ പ്രിസർവ്ഡ് ആസ് ഫോസിൽസ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് സ്പോറോപൊളീൻ. സ്പോറോപൊളീനിൻ ഉള്ളത് കൊണ്ട്. ഓക്കെ. അപ്പോൾ ഓർത്ത് വെച്ചോളാം ജസ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് സ്പോറോപൊളീനിൻ. ഒന്ന്, വൺ ഓഫ് ദ മോസ്റ്റ് റെസിസ്റ്റന്റ് ഓർഗാനിക് മെറ്റീരിയൽ നോൺ. സെക്കൻഡ്, ഇറ്റ് ക്യാൻ വിസ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് strong acid and alkali. No enzyme that degrades sporopollen is so far known. And the last one, pollen grains are well preserved as fossil because of the presence of sporopollen. Okay. പിന്നെ അതേപോലെ പൂമ്പൊടിയുടെ എല്ലാ പാർട്ടിലും, എക്സൈൻ്റെ എല്ലാ പാർട്ടിലും അല്ലെങ്കിൽ എക്സൈൻ നിർമ്മിച്ചിരിക്കുന്ന സ്പോറോപൊളീനിൻ കൊണ്ടാണെന്ന് പറഞ്ഞു. അതിൽ നമുക്കറിയാം പൂമ്പൊടിക്കകത്ത് ജേംപോർ എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട്. അവിടെ എക്സൈൻ ഇല്ല. അതുകൊണ്ട് ആ ജേംപോർ റീജിയനിൽ ആരും കാണില്ല? സ്പോറോപൊളീനിനും കാണില്ല. ഓക്കെ. ഓർത്ത് വെച്ചോളൂ. നമ്മളിപ്പോൾ പറഞ്ഞ പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ കൂടാതെ നമ്മുടെ ടെക്സ്റ്റിൽ 23-ാമത്തെ പേജിലെ ലാസ്റ്റ് പാരഗ്രാഫിലും അതേപോലെ 24-ാമത്തെ പേജിൻ്റെ ഫസ്റ്റും സെക്കൻഡ് പാരഗ്രാഫിനകത്ത് പോളൻ ഗ്രെയിൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ഷോർട്ട് നോട്ട്സുകൾ പറയുന്നുണ്ട്. ആ ഷോർട്ട് നോട്ട്സുകളെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. നമ്മുടെ സിലബസ് പ്രകാരം പറഞ്ഞേക്കുന്ന ഷോർട്ട് നോട്ട്സുകൾ ഇതാണ്. ഞാൻ ഈ ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ട് ഏതൊക്കെയാണെന്നുള്ളത്. അതിൽ ഒന്നാമത്താണ് ഇത് പോളൻ അലർജി, രണ്ടാമത്താണ് pollen viability, then pollen bank, and the last one pollen as food supplements. ഓക്കെ. ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ഇനി പറയാൻ പോവുകയാണ്. നമ്മുടെ ഒന്നാമത്തെ ടോപ്പിക്കാണ് ഇത് പോളൻ അലർജി. ഏതാണ്? പോളൻ അലർജി. പോളൻ അലർജി എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരിൽ ചില ചെടികളുടെ പൂമ്പൊടി ശ്വസിക്കുന്നതിൻ്റെ ഫലമായിട്ട്, ഇൻഹെയിൽ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവരിൽ ചില അലർജിക് സിംറ്റംസുകൾ അപ്പിയർ ചെയ്യും. അതിന് കാരണം ആ പൂമ്പൊടിയുടെ സർഫസിലുള്ള ചില കെമിക്കൽ സബ്സ്റ്റൻസോ അല്ലെങ്കിൽ അതേപോലുള്ള മറ്റ് സ്ട്രക്ചേഴ്സുകളാകാം ഈ അലർജിക് സിംറ്റംസ് ആ വ്യക്തികളിൽ അപ്പിയർ ചെയ്യാൻ കാരണമാകുന്നത്. ഈ അലർജിക് സിംറ്റംസിൻ്റെ ഫലമായിട്ട് അവരിൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സുകളായ ആസ്മ, ബ്രോങ്കൈറ്റിസ് പോലുള്ള രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത്? പോളൻ അലർജി. ഏത് പേര് വിളിക്കും? പോളൻ അലർജി. ഇൻ സം പീപ്പിൾ പോളൻ ഗ്രെയിൻസ് ഓഫ് certain species causes severe allergies and bronchial afflictions. This may lead to chronic respiratory disorders like asthma, bronchitis, etc. This condition is called as pollen allergy. ഏത് പേര് വിളിക്കും? pollen allergy. Clear? പിന്നെ നമ്മുടെ SCERT അല്ലെങ്കിൽ NCERT ടെക്സ്റ്റിനകത്ത് പോളൻ അലർജിക്ക് ഒരു പ്ലാന്റിൻ്റെ പേര് എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് പാർത്തീനിയം. ഏതാണ്? പാർത്തീനിയം. അതിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ഇത് ക്യാരറ്റ് ഗ്രാസ്. ഏത് പേര് വിളിക്കും? ക്യാരറ്റ് ഗ്രാസ്. പാർത്തീനിയം ഓർ ക്യാരറ്റ് ഗ്രാസ് ഈസ് ആൻ ഇൻവേസീവ് വീഡ്. ഇറ്റ് കെയിം ടു ഇന്ത്യ ആസ് എ കണ്ടാമിനൻറ്റ് അലോങ് വിത്ത് ഇമ്പോർട്ടഡ് വീറ്റ്. അതായത് ഇതൊരു ഇൻവേസീവ് വീഡാണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച ഐക്കോർണിയ ക്രാസിഡ്സ് പോലെ ഒരു ഇൻവേസീവ്, വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു വീഡ് പ്ലാന്റ് ആണ് ഇതെന്ന് പറയുന്നത് പാർത്തീനിയം. പിന്നെ ഇത് നമ്മുടെ ഇവിടോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്ലാറ്റ്ഫോമാണ്. ആർക്കൊപ്പം വന്നാന്നാണ് പറഞ്ഞ് നമ്മൾ നല്ല ഇനം വീറ്റിൻ്റെ വെറൈറ്റിയെ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്ത സമയത്ത്, ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത സമയത്ത് അതിനൊപ്പം വന്ന ഒരു കളയാണ് ഏതെന്ന് പറയുന്നത് ഈ പാർത്തീനിയം അല്ലെങ്കിൽ ക്യാരറ്റ് ഗ്രാസ് എന്ന് പറയുന്ന ഈ പോളൻ അലർജി ഉണ്ടാക്കുന്ന ഈ പ്ലാറ്റ്ഫോം. ഓക്കെ. സോ ഇറ്റ് ഈസ് ആൻ ഇൻട്രൊഡ്യൂസ്ഡ് വീഡ്. കാര്യം പറഞ്ഞു പിടിയിട്ടല്ലോ. ഓർത്ത് വെച്ചോളൂ. അതിൻ്റെ പൂമ്പൊടി എന്തുണ്ടാക്കുന്നതാണ്? പോളൻ അലർജി ഉണ്ടാക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതേപോലെ നമുക്കറിയാവുന്ന നമ്മുടെ ഇവിടുത്തെ ലോക്കൽ പ്ലാറ്റ്ഫോമായ അക്കേഷ്യ, ഇറ്റ് ഓൾസോ കോസസ് പോളൻ അലർജി. നമ്മുടെ ടെക്സ്റ്റിൽ ആരുടെ പേര് മാത്രമേ പക്ഷേ പറയുന്നുള്ളൂ. ആസ് പെർ അവർ സിലബസ്
The example for the plant form which produces or causes pollen allergy is Parthenium or carrot grass. Okay. അടുത്ത ടോപ്പിക്കാണ് ഇത് പോളൻ വയബിലിറ്റി. ഏതാണ് പോളൻ വയബിലിറ്റി? പോളൻ വയബിലിറ്റി എന്ന് പറഞ്ഞാൽ ദ പീരീഡ് ഫോർ വിച്ച് ദ പോളൻ ഗ്രെയിൻ റിമെയിൻ വയബിൾ. എന്താന്ന് പറഞ്ഞാൽ ദ പീരീഡ് ഫോർ വിച്ച് ദ പോളൻ ഗ്രെയിൻ റിമെയിൻ വയബിൾ. അതായത് ഒരു മെച്യൂർ ആയിട്ടുള്ള പോളൻ ഗ്രെയിൻ ആന്തർ ഡിഹൈസ് ചെയ്യുമ്പം അവൻ പുറത്തു വന്നു കഴിഞ്ഞാൽ എത്ര നാളാണോ അവനൊരു ജീവനുള്ള സെല്ലായിട്ട് നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ എത്ര നാളാണോ അവന് ലൈവായിട്ട് നിലനിൽക്കാൻ പറ്റുന്നത്, അത്രയും കാലയളവിനെയാണ് നമ്മൾ ഏത് പേര് വിളിക്കും? പോളൻ വയബിലിറ്റി. കാര്യം പറഞ്ഞ് മനസ്സിലായി? അതായത് ഒരു ആന്തർ പൊട്ടി മെച്യൂർ പോളൻ ഗ്രെയിൻ പുറത്തു വന്നു കഴിഞ്ഞാൽ അവന് എത്ര നാളാണോ ലൈവായിട്ട് നിലനിൽക്കാൻ പറ്റുന്ന അത്രയും കാലയളവിനെയാണ് നമ്മൾ ഏത് പേര് വിളിക്കുന്നത്? പോളൻ വയബിലിറ്റി. ഏത് പേര് വിളിക്കും? പോളൻ വയബിലിറ്റി. ഓരോ ചെടിയിലും പോളൻ വയബിലിറ്റിയുടെ ഡ്യൂറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? വേരി ചെയ്യും. ഓക്കെ. അത് കൂടാതെ ഈ പോളൻ വയബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സുകളുണ്ട്. ദാറ്റ് മീൻസ് ദ പോളൻ വയബിലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ സർട്ടൺ ഫാക്ടേഴ്സ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഫാക്ടേഴ്സ് ആണ് ദ പോളൻ വയബിലിറ്റി ഓഫ് എ പോളൻ ഗ്രെയിൻ ഓർ എ പോളൻ ഡിപ്പെൻഡ്സ് ഓൺ പ്രിവെയിലിംഗ് ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി. ആ പോളൻ ഗ്രെയിനെ റിലീസ് ചെയ്യുന്ന ടൈമിൽ അവിടുത്തെ ആ ടെമ്പറേച്ചർ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അവൻ്റെ വയബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഏതാണെന്ന് പറഞ്ഞാൽ പ്രിവെയിലിംഗ് ടെമ്പറേച്ചർ. അന്നേരം അവിടെയുള്ള ആ ടെമ്പറേച്ചർ. അതേപോലെ തന്നെ മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ്? ഹ്യൂമിഡിറ്റി, ആർദ്രത, അന്തരീക്ഷത്തിലെ ഈർപ്പമയം. കാര്യം പറഞ്ഞ മനസ്സിലാം? ഇത് പോളൻ വയബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ആണ്. ഏതൊക്കെ? ദ പോളൻ വയബിലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ പ്രിവെയിലിംഗ് ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി. ഓക്കെ. കാര്യം പറഞ്ഞ പിടിയിട്ടണം. പിന്നെ ടെക്സ്റ്റിനകത്ത് പോളൻ വയബിലിറ്റിയുടെ ഒരു രണ്ട് എക്സാമ്പിളുകൾ പറയുന്നുണ്ട്. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിലൊന്ന്, ഇൻ സം സീരിയൽസ് ലൈക്ക് റൈസ് ആൻഡ് വീറ്റ് ദ പോളൻ റിമെയിൻസ് വയബിൾ ഫോർ 30 minutes ആഫ്റ്റർ ഇറ്റ്സ് റിലീസ് ഫ്രം ദി ആന്തർ. നെല്ല്, ഗോതമ്പ് പോലുള്ള ധാന്യങ്ങളുടെ പോളൻ വയബിലിറ്റി എത്ര നാളാന്ന് പറഞ്ഞാൽ 30 minutes, 30 മിനിറ്റ് മാത്രമേ ഉള്ളൂ അതിൻ്റെ പോളൻ വയബിലിറ്റി. അതിനുള്ളിൽ അവൻ എന്ത് ചെയ്യണം? അതേ ഇനത്തിൽ വരുന്ന ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിൽ പോയി വീണിരിക്കണം. അതർവൈസ് ദാറ്റ് പോളൻ ഗ്രെയിൻ വിൽ ബിക്കം ഡെഡ്. ഓക്കെ. കാര്യം പറഞ്ഞ മനസ്സിലാണ്? ഇനി അതേപോലെ മറ്റ് ഒന്ന് രണ്ട് ഫാമിലീസിൻ്റെ കാര്യമാണ് അടുത്തൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേക്കുന്നത്. ഇൻ സം മെമ്പേഴ്സ് ഓഫ് ലെഗുമിനോസെ, സൊളനേസിയ ആൻഡ് റോസേസിയെ ദ പോളൻ ഗ്രെയിൻ റിമെയിൻ വയബിൾ ഫോർ സെവറൽ മന്ത്സ്. അതിൻ്റെ പോളൻ വയബിലിറ്റി എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ മാസങ്ങളോളമാണ്. അത് അതിനകത്തെ മെമ്പേഴ്സ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എന്തായാലും മാസങ്ങളോളം പോളൻ വയബിലിറ്റി കാണിക്കുന്ന മെമ്പേഴ്സ് അടങ്ങുന്ന ഫാമിലീസ് ആണ് ഏതൊക്കെ? ലെഗുമിനോസെ, സൊളനേസി ആൻഡ് റോസേസി. ഓക്കെ. കാര്യം പറഞ്ഞ പിടിയിട്ടല്ലോ. ഇത് ഇത്രയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോളൻ വയബിലിറ്റി. അപ്പോൾ ഡൗട്ട് ഇല്ലല്ലോ. പോളൻ വയബിലിറ്റി എന്ന് പറഞ്ഞാൽ ദ പീരീഡ് ഫോർ വിച്ച് ദ പോളൻ ഗ്രെയിൻ റിമെയിൻ വയബിൾ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സർട്ടൺ ഫാക്ടേഴ്സ് ലൈക്ക് പ്രിവെയിലിംഗ് ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി. Then in some cereals like rice and wheat the pollen grain remain viable for 30 minutes, and in members of family Leguminose, Solanaceae and Rosaceae the pollen grain remain viable for several months. Okay. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ഏത്? പോളൻ ബാങ്ക്. ഏതാണ്? പോളൻ ബാങ്ക്. ഓക്കെ. പോളൻ ബാങ്ക് എന്ന് പറഞ്ഞാൽ pollen grains of large number of species can be stored in liquid nitrogen for years. This is called a pollen bank. The pollen grain of large number of species can be stored in liquid nitrogen for years. This is called a pollen bank. അതായത് നമ്മൾ അനിമൽ ബ്രീഡിങ്ങിൽ സുപ്പീരിയർ ക്വാളിറ്റി അനിമൽസിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷന് വേണ്ടി നമ്മൾ സ്പേമിനെ ഹെൽത്തിയർ ഓർഗാൻസത്തിൽ നിന്ന്, മെയിൽ ഓർഗാൻസത്തിൽ നിന്ന് കളക്ട് ചെയ്ത് നമ്മൾ അവനെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് അല്ലേ? അതിനെയാണ് സ്പേം ബാങ്ക് എന്ന് വിളിക്കും. അതേപോലെ തന്നെ നല്ല ഇനം പ്ലാന്റ്സുകളെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ക്രോപ്പ് ബ്രീഡിങ് എക്സ്പെരിമെന്റ്സിൽ നല്ല ഇനം പ്ലാന്റ്സുകൾ, സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ് ഫോംസുകളെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നല്ല ഇനം പ്ലാന്റ്സുകളുടെ പോളൻ ഗ്രെയിൻസിനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ലിക്വിഡ് നൈട്രജനകത്ത് അവനെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ഓക്കെ. ആ പ്രക്രിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് പോളൻ ബാങ്ക്. ഏത് പേര് വിളിക്കും? പോളൻ ബാങ്ക്. ഇതുകൊണ്ടുള്ള മെച്ചം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള നല്ല ഇനം പ്ലാന്റ്സുകളെ നമുക്ക് എപ്പോൾ വേണേലും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഇതേപോലുള്ള നല്ല ക്വാളിറ്റി ഉള്ള പ്ലാന്റ് ഫോംസിന് പോളൻ ഗ്രെയിൻസിനെ സ്റ്റോർ ചെയ്ത് വെക്കുക. ആ സ്റ്റോർ ചെയ്ത് വെക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ഏത് പേര് വിളിക്കും? പോളൻ ബാങ്ക്. ഓക്കെ. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോളൻ ബാങ്കിലാണെങ്കിലും സ്പേം ബാങ്കിലൊക്കെ ആണെങ്കിൽ ലിവിങ് സെൽസിനെ പ്രിസർവ് ചെയ്ത് വെക്കുന്ന
ആ മെത്തേഡിനെ, അതായത് ലോ ടെമ്പറേച്ചറിൽ നമ്മൾ ലിക്വിഡ് നൈട്രജനകത്ത് പ്രിസർവ് ചെയ്ത് വെക്കുന്ന ആ മെത്തേഡിനെ നമ്മൾ വിളിക്കുന്നവരാണ് ഇത് ക്രയോ പ്രിസർവേഷൻ. ഏത് പേര് വിളിക്കും? ക്രയോ പ്രിസർവേഷൻ. ഓക്കെ, ദ പ്രോസസ് ഓഫ് കൂളിംഗ് ആൻഡ് സ്റ്റോറിംഗ് ഓഫ് സെൽസ് or tissues or organ at a very low temperature to maintain their viability is called as cryopreservation. ഏത് പേര് വിളിക്കും? ക്രയോ പ്രിസർവേഷൻ. ഓക്കെ, കാര്യം പറഞ്ഞ പിടിയിട്ടോ. അതായത് ഒരു വസ്തുവിൻ്റെ വയബിലിറ്റി, അതായത് അത് ലൈവായിട്ട് നിലനിൽക്കാനായിട്ട് നമ്മൾ ഇങ്ങനത്തെ ലോ ടെമ്പറേച്ചറിൽ അവനെ തണുപ്പിച്ച് ലോ ടെമ്പറേച്ചറിൽ അങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കുന്ന, സ്റ്റോർ ചെയ്ത് വെക്കുന്ന മെത്തേഡിനെ നമ്മൾ വിളിക്കുന്നവരാണ് ഇത് ക്രയോ പ്രിസർവേഷൻ. ലിക്വിഡ് നൈട്രജനിൽ പ്രിസർവ് ചെയ്ത് അതിൻ്റെ ടെമ്പറേച്ചർ -196 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ വസ്തുക്കളെ പ്രിസർവ് ചെയ്ത് വെക്കുന്നത്. അടുത്ത ടോപ്പിക്കാണ് ഇത് പോളൻ ആസ് ഫുഡ് സപ്ലിമെൻറ്റ്സ്. ഏതാണ് പോളൻ ആസ് ഫുഡ് സപ്ലിമെൻറ്റ്സ്? നമുക്കറിയാം പോളൻ ഗ്രെയിൻസ് ആർ റിച്ച് ഇൻ ന്യൂട്രിയൻസ് അല്ലേ, അതിനകത്ത് ഇഷ്ടം പോലെ ന്യൂട്രിയൻസ് ഉണ്ട്. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പോളൻ ഗ്രെയിനെ ഫുഡിന് പകരക്കാരനായിട്ട്, ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഫുഡ് സപ്ലിമെൻറ്റ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ മാർക്കറ്റിൽ ഇഷ്ടം പോലെ പോളൻ പ്രോഡക്ട്സുകൾ അവൈലബിൾ ആണ്. അതായത് ടാബ്ലറ്റിൻ്റെയും സിറപ്പിൻ്റെയും ഒക്കെ രൂപത്തിൽ ഇഷ്ടം പോലെ പോളൻ പ്രോഡക്ട്സുകൾ മാർക്കറ്റിൽ അവിടെ അവൈലബിൾ ആണ്. അത് കൺസ്യൂം ചെയ്യുന്നുണ്ട് ആൾക്കാർ. എന്തിന് പകരമായിട്ട്? ഫുഡിന് പകരമായിട്ട് ഈ പറയുന്ന പ്രോഡക്ട്സുകളെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതേപോലെ റേസ് ഹോഴ്സസിൻ്റെയും അത്ലറ്റ്സിൻ്റെയൊക്കെ പെർഫോമൻസ് കൂട്ടാനായിട്ടും ഇങ്ങനത്തെ പ്രോഡക്ട്സുകൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പോളൻ ഗ്രെയിൻസ് ആർ റിച്ച് ഇൻ ന്യൂട്രിയൻസ്. ഇഷ്ടം പോലെ ന്യൂട്രിയൻസ് ആരിലുണ്ടെന്ന് പറഞ്ഞാൽ പോളൻ ഗ്രെയിൻസിലുണ്ടെന്ന് പറഞ്ഞു. ഇൻ വെസ്റ്റേൺ കൺട്രീസ് ദേ ആർ ബീങ് യൂസ്ഡ് ആസ് എ ഫുഡ് സപ്ലിമെൻറ്റ്സ് അല്ലേ. വെസ്റ്റേൺ കൺട്രീസിൽ ഇവരെ എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? പോളൻ ഗ്രെയിൻസുകളെ ഫുഡ് സപ്ലിമെൻറ്റുകളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ എ ലാർജ് നമ്പർ ഓഫ് പോളൻ പ്രോഡക്ട്സ് ആർ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് ഇൻ ദ ഫോം ഓഫ് ടാബ്ലറ്റ്സ് ആൻഡ് സിറപ്സ്. അവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞ് പോളൻ ഗ്രെയിൻസിൻ്റെ ഈ പോളൻ പ്രോഡക്ട്സ് ഏതൊക്കെ ഫോമിൽ? ടാബ്ലറ്റുകളായിട്ടും സിറപ്പുകളായിട്ടും ഇഷ്ടം പോലെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിനെ അവിടുത്തെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ആ പ്രോഡക്ട്സുകൾ അവർ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ പോളൻ കൺസംഷൻ ഇൻക്രീസസ് ദ പെർഫോമൻസ് ഓഫ് അത്ലറ്റ്സ് ആൻഡ് റേസ് ഹോഴ്സസ്. ഇന്നത്തെ ഈ വീഡിയോ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ക്ലാസ്സുമായി കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.